ഹലോ, ഇന്ന് അവിൽ കൊണ്ടൊരു സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം 1 കപ്പ് അവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് അവിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ. നല്ലതുപോലെ കൈകൊണ്ട് ആ വെള്ളവും എല്ലാം ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവിലും വെള്ളവുമായിട്ട് നല്ലതുപോലെ യോജിച്ചിരിക്കും. ഇതേ പരുവത്തിൽ നമുക്കായി കിട്ടും. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും നമുക്ക് പിഴിഞ്ഞ് കളയോ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ലതുപോലെ കുതിർന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം. കുറച്ച് മല്ലിയില, ഒരു 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിയില, പിന്നെ ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളിയാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തരുന്നത് കേട്ടോ. പിന്നെ ഇട്ട് കൊടുത്തത് ഗോതമ്പ് മാവാണ്. 1/2 കപ്പ് അളവിൽ ഗോതമ്പ് മാവ്, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി കോൺഫ്ലവർ ഇല്ല എങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈകൊണ്ട് എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് നല്ലതുപോലെ ഒട്ടും. കൂടുതലും അങ്ങ് നല്ല കട്ടിയുള്ള ഡഫായിട്ട് നമുക്ക് എടുക്കണ്ട. ആ ഒരു സമയത്ത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇതേപോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹോളാക്കി ഇട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പരുവമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫിംഗറിൻ്റെ ഒരു ഷേപ്പാക്കി എടുക്കണം. അതിന് കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടവണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിലായി കിട്ടില്ല കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡഫായതുകൊണ്ട് കുറച്ച് ഓയിൽ കയ്യിൽ തടവുക. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇനി ഫിംഗറിൻ്റെ തന്നെ ഷേപ്പ് ആക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം. എനിക്കിവിടെ ഫിംഗറിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്, ചെറിയ വളഞ്ഞ ഷേപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനൊരു വീഡിയോയ്ക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി ഈ ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ തിളച്ച എണ്ണയിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാനായിട്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് കോരി എടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ വറക്കരുത്, കാരണം ഉൾഭാഗം നല്ലതുപോലെ ഒന്ന് വെന്ത് വരില്ല കേട്ടോ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്ത് കോരണം. ഇനി ഇത് കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് തണുത്തിട്ട് കഴിക്കാനാണ്. തണുക്കുമ്പോൾ കുറച്ചധികം ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ചൂടോട് കൂടി കഴിക്കുമ്പോഴത്തേക്ക് പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. തണുത്ത് കഴിഞ്ഞാൽ പുറമേ ഉള്ള ക്രിസ്പിനെസ് ഒക്കെ മാറും കേട്ടോ. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ടൊമാറ്റോ സോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട്. ഇനി ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങൾ ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലീസിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.